സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ നിർമ്മാണം തുടങ്ങിയത് 1506 ഏപ്രിൽ 18-നാണ്. 1626-ൽ നിർമ്മാണം പൂർത്തിയായി. ഈ പള്ളിക്കടുത്തുള്ള സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ നിർമ്മിച്ചത് പ്രശസ്ത വാസ്തുശില്പിയായ ജിയാൻ ലോറൻസോ ബെർണിനിയാണ്. നവോത്ഥാന വാസ്തുശില്പകലയുടെ ഉദാത്തമായ മാതൃകകളിലൊന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. പ്രദക്ഷിണ വഴിയിലെ കൂറ്റൻ തൂണുകളുടെ ഇടയിൽ നിർഭയരായെത്തിയ അരിപ്രാവുകൾക്ക് ധാന്യങ്ങൾ കൊടുത്ത് സന്തോഷിക്കുകയാണ് കന്യാസ്ത്രീകൾ. ഒരു ചെറിയ ഡിജിറ്റൽ ക്യാമറ ട്രൈപോഡിൽ ഉറപ്പിച്ച് നല്ലൊരു ഫോട്ടോയ്ക്കായി ശ്രമിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറെ ഞാൻ അവിടെ കണ്ടു. ലോകത്തിലെ 80 കോടി കത്തോലിക്കക്കാരുടെ ആധ്യാത്മിക കേന്ദ്രമാണ് വത്തിക്കാൻ. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വടക്കുഭാഗത്തുള്ള കൊട്ടാരത്തിലാണ് 14-ാം നൂറ്റാണ്ട് മുതൽ മാർപ്പാപ്പമാർ താമസിച്ചിരുന്നത്. ഈ കൊട്ടാരത്തിൽ മൊത്തം 1400 മുറികളാണുള്ളത്. നവോത്ഥാന കാലത്തിലെ പ്രഗത്ഭനായ ചിത്രകാരൻ റാഫേലിന്റെ ചിത്രങ്ങളിൽ അധികവും ഈ കൊട്ടാരത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. റോമൻ ചക്രവർത്തിയായ കാലിഗൂല AD 40-ൽ ഇവിടെ ഉദ്യാനങ്ങളും അലങ്കാര ഗോപുരങ്ങളും പണികഴിപ്പിച്ചു. സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ, സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക, സിസ്റ്റൈൻ ചാപ്പൽ, പോപ്പിന്റെ തലസ്ഥാനം, വത്തിക്കാൻ മ്യൂസിയം, വത്തിക്കാൻ ലൈബ്രറി എന്നിവയാണ് ഇവിടത്തെ പ്രധാന ആകർഷക കേന്ദ്രങ്ങൾ. വളരെ നേരം ക്യൂവിൽ നിന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്തെ കാഴ്ചകൾ കണ്ട ശേഷം പുറത്തിറങ്ങുന്നത് ഇതുവഴിയല്ല, മറ്റൊരു വശത്തുകൂടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്നെയും ചേർത്ത് ഒരു ഷോട്ട് എടുത്താലോ എന്നൊരു ആഗ്രഹം തോന്നി. പുറകിൽ നിന്ന വിദേശ സുഹൃത്തിനോട് അനുവാദം വാങ്ങി ക്യാമറ ഓൺ ചെയ്ത് പൊക്കമുള്ള ഒരു സ്ഥലത്തു വെച്ച് ആഗ്രഹിച്ച ദൃശ്യങ്ങൾ എന്നെയും ചേർത്ത് പകർത്തി. ഇനി തിരികെ ചെല്ലുമ്പോൾ എന്നെ കൂടെ നിർത്തുമോ അതോ പുറകെ പോകേണ്ടി വരുമോ എന്നു ഞാൻ ചെറുതായി പേടിച്ചു. എന്നാൽ ആ വിദേശി സുഹൃത്ത് അദ്ദേഹത്തിന്റെ വാക്ക് പാലിച്ചു. എന്നെ കൂടെ നിർത്തി. ഞാൻ നന്ദിയും പറഞ്ഞു. AD 64-ൽ ക്രിസ്തുമത പ്രചരണം നടത്തിയ വിശുദ്ധ പീറ്ററിനെ അന്നത്തെ റോമൻ അധികാരികൾ കുരിശിൽ തറച്ചു കൊന്നത് ഈ കുന്നിൽ വെച്ചായിരുന്നുവെന്നും വിശുദ്ധ പീറ്ററിന്റെ മൃതദേഹം ഇവിടെ സംസ്കരിച്ചുവെന്നും വിശ്വസിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം 1950-ലാണ് സെന്റ് പീറ്ററുടെ ശവക്കല്ലറ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയത്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ആസ്ഥാനമായി മാറും മുൻപും വത്തിക്കാൻ റോമിലെ ശ്രദ്ധേയമായൊരു പ്രദേശമായിരുന്നു. അഗ്രിപ്പിന്ന രാജകുമാരി തന്റെ രാജകീയ പൂന്തോട്ടം നിർമ്മിച്ചത് ഈ വത്തിക്കാനിലായിരുന്നു. വത്തിക്കാന്റെ പ്രാചീനത അറിയിക്കാൻ ഗൈഡ് ചരിത്ര സംഭവങ്ങളെ ആശ്രയിച്ചു. ഈ സൗധം പൂർത്തിയാകുന്നത് നീറോ ചക്രവർത്തി റോമാ സാമ്രാജ്യം ഭരിക്കുമ്പോഴായിരുന്നു. സർക്കസ് ഓഫ് നീറോ എന്നാണ് ഈ സൗധം അക്കാലത്ത് അറിഞ്ഞിരുന്നത്. പള്ളിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ക്യൂവിൽ നിൽക്കണം. ബസിലിക്കയിൽ കടക്കുന്ന സന്ദർശകർ വസ്ത്രധാരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പുരുഷന്മാർ തൊപ്പി വയ്ക്കാൻ പാടില്ല. സ്ത്രീകൾ മുട്ടുമറയുന്ന രീതിയിലുള്ള പാവാടകൾ ധരിക്കണം. സ്ലീവ്ലെസ് മേൽവസ്ത്രങ്ങൾ ധരിക്കരുത്. ദൈവനിന്ദ ചെയ്യുന്ന വാക്കുകൾ ആലേഖനം ചെയ്ത വസ്ത്രങ്ങളും ഇവിടെ ധരിക്കാൻ പാടില്ല. സന്ദർശകരുടെ സൗകര്യത്തിനായി ബസിലിക്കയുടെ രൂപരേഖ ഒരു ബോർഡിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നതും ഞാൻ കണ്ടു. തിരക്കുള്ള ദിവസങ്ങളിൽ 100,000-ലേറെ പേർ വത്തിക്കാൻ സന്ദർശിക്കാൻ എത്തുമായിരുന്നു. പള്ളിയിലേക്ക് കടക്കാൻ അവസരം കിട്ടാതെ വരുന്നവർക്കായി മാർപ്പാപ്പയുടെ സുവിശേഷം സ്ക്രീനിൽ കാണാൻ കഴിയും. മൈക്കലാഞ്ചലോയുടെ പിയാത്ത എന്ന വെണ്ണക്കൽ പ്രതിമയുടെ ഒരു പോസ്റ്റ് കാർഡ് ചിത്രം കാണിച്ചുകൊണ്ട് ഗൈഡ് ഞങ്ങൾക്കൊരു ക്ലാസ് എടുത്തു.
there they killed, there, you see. There was a small valley and there was a cemetery. Peter was buried there. When Constantine admitted Christian religion in the Roman Empire, പുരാതനമായ റോമൻ വേഷവിധാനത്തോടുകൂടിയുള്ള ദ്വാരപാലകർ മറ്റൊരു കൗതുക കാഴ്ചയായി മാറി. AD 4-ാം നൂറ്റാണ്ടിലാണ് റോമിന്റെ ഔദ്യോഗിക മതമായി ക്രിസ്തുമതത്തിന് അംഗീകാരം ലഭിക്കുന്നത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ക്രിസ്തുമതത്തെ റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്നെയാണ് വത്തിക്കാനിൽ ആദ്യമായി ഒരു പള്ളി നിർമ്മിച്ചതും. സെന്റ് പീറ്ററുടെ ശവകുടീരത്തെ ഉൾപ്പെടുത്തിയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വത്തിക്കാനിലെ ആദ്യത്തെ പള്ളി നിർമ്മിച്ചത്. ഇവിടെ ഇന്നു കാണുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക ഗോത്തിക് വാസ്തുശില്പത്തിന്റെ ഏറ്റവും മികച്ച മാതൃകകളിൽ ഒന്നാണ്. 60,000 പേർക്ക് ഇവിടെ ഒന്നിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. തല ഉയർത്തി നിൽക്കുന്ന മധ്യമകുടവും നിരനിരകളായി നീണ്ടുപോകുന്ന ഗംഭീരൻ തൂണുകളും സൂര്യന്റെ ഗതിക്കൊപ്പം മാറിപ്പോകാത്ത വിധം വെളിച്ചത്തെ പ്രത്യാനയിക്കുന്ന വാതായനങ്ങളും ഗോത്തിക് വാസ്തുശില്പത്തിന്റെ സവിശേഷതകളാണ്. മലയാളിയായ ഒരു വൈദിക വിദ്യാർത്ഥിയെ ഞാനിവിടെ കണ്ടു. കരുനാഗപ്പള്ളിക്കടുത്തുള്ള ശക്തികുളങ്ങര സ്വദേശിയായ ഐസക്. എൻ്റെ പേര് ഐസക്. നാട്ടിൽ ഞാൻ കൊല്ലത്ത് ശക്തികുളങ്ങര. ഞാൻ ഇവിടെ പഠിക്കുക, അച്ഛനാവാൻ പഠിക്കുക. തിരുക്കർമ്മങ്ങൾ നടത്താനായി അൾത്താരയിലേക്ക് പോകുന്ന മാർപ്പാപ്പയ്ക്കും കർദിനാൾമാർക്കും നടക്കാൻ പ്രത്യേക പാതയുണ്ടായിരുന്നു. ക്രിസ്തുമത പ്രചരണത്തിനെത്തിയ വിശുദ്ധ പീറ്ററിനെ വധിച്ചത് ഈ കുന്നിൽ വെച്ചായിരുന്നുവെന്നും വിശുദ്ധ പീറ്ററിന്റെ മൃതദേഹം ഇവിടെ സംസ്കരിച്ചുവെന്നും വിശ്വസിക്കുന്നു. പള്ളിക്കുള്ളിൽ തന്നെയായിരുന്നു മുൻകാല മാർപ്പാപ്പമാരുടെയും ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരുന്നത്. 91 മാർപ്പാപ്പമാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ദേവാലയത്തിന് പുറത്തുവെച്ച് ഗൈഡ് പറഞ്ഞതുപോലെയോ ഞാൻ വിചാരിച്ചിരുന്നതുപോലെയോ കർക്കശമല്ലായിരുന്നു ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടിയ സാന്ത്വനം. മനഃശാന്തിയോടെയും ഭക്തിയോടെയും നടന്നു കാണാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഫോട്ടോയും വീഡിയോയും എടുക്കാനും ഇരുന്നു വിശ്രമിക്കാനും അങ്ങനെ എല്ലാ വിധത്തിലും മനസ്സിന് അനിർവചനീയമായ ഒരു അനുഭൂതി എനിക്ക് ലഭിച്ചു. അൾത്താരയ്ക്ക് മുന്നിലൂടെ ഭക്തിപൂർവം ഒരു പ്രദക്ഷിണം നടത്തിക്കൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഏതു പവിത്ര സന്നിധിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് ഓർത്തപ്പോഴേക്കും ഉള്ളങ്കാൽ മുതൽ ചെറിയ ഒരു വിറയൽ അനുഭവപ്പെട്ടു. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷന്മാരായ മാർപ്പാപ്പമാർ നൂറ്റാണ്ടുകളായി കുർബാന ചൊല്ലുന്ന സെന്റ് പീറ്റേഴ്സ് ബാസിലിക്കയുടെ അൾത്താരയാണിത്. നവോത്ഥാന വാസ്തുശില്പകലയുടെ ഉദാത്തമായ മാതൃകകളിലൊന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. വെണ്ണക്കല്ലിൽ വർണ്ണഭംഗിയാർന്ന ഡിസൈനുകൾ കൊണ്ട് ഒരു മായിക ലോകം സൃഷ്ടിച്ച അനശ്വര കലാകാരന്മാരെക്കുറിച്ച് ഓർത്തുപോയി. ഒരു നിമിഷം കൊണ്ട് പൂർവസ്ഥിതി വീണ്ടെടുക്കാനും കർമ്മനിരതനാകാനും ഈശ്വരാനുഗ്രഹത്താൽ എനിക്ക് സാധിച്ചു. ലോക ചരിത്രത്തിന്റെ ഗതി തിരിച്ചുവിടുന്നതിനും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും വേണ്ടി
നിർണായക തീരുമാനങ്ങൾ മാർപ്പാപ്പമാർ ഇവിടെ വെച്ച് നടത്തിയ സുവിശേഷങ്ങളിലൂടെയാണ് ലോകം ശ്രവിച്ചത്. മൈക്കലാഞ്ചലോയുടെ ലോകോത്തര കലാസൃഷ്ടിയായ പിയാത്ത ഇവിടെയാണ്. കുരിശിന്റെ താഴെ യേശുക്രിസ്തുവിന്റെ ജഡവും വഹിച്ച് ദുഃഖിതയായിരിക്കുന്ന കന്യാമറിയത്തിന്റെ അവിസ്മരണീയമായ രൂപത്തെയാണ് നിലാവിന്റെ നിറമുള്ള മാർബിൾ കല്ലിൽ മൈക്കലാഞ്ചലോ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. പിയാത്ത എന്നാൽ ഇറ്റലിയിൽ ദേ എന്നർത്ഥം. 1972 മെയ് 21 ഉന്മാദിയായ ഒരു ചെറുപ്പക്കാരൻ ഈ പ്രതിമയിൽ കോടാലി കൊണ്ട് അടിച്ച് കേടുപാടുകൾ വരുത്തുകയുണ്ടായി. ഒരു സംഘം പുരാവസ്തു വിദഗ്ധർ ഒറ്റ നോട്ടത്തിന് തിരിച്ചറിയാൻ വയ്യാത്തവണ്ണം ഈ കേടുപാടുകൾ മാറ്റി. ഒരു കലാസൃഷ്ടി എന്ന നിലയിലല്ല, ദൈവിക ചൈതന്യമുള്ള വിഗ്രഹമായാണ് തീർത്ഥാടകരിൽ പലരും പിയാത്തയെ കണ്ടത്. ചിലർ ഭക്തിപൂർവം മുട്ടുകുത്തി, ഇനിയും ചിലർ കുരിശു വരച്ചു, സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞു. എത്ര വളർന്നാലും അമ്മയ്ക്ക് മകൻ കുഞ്ഞു മാത്രമാണെന്ന സത്യം മൈക്കലാഞ്ചലോ എത്ര വിദഗ്ധമായാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒരായുഷ്കാലം മുഴുവനും പലരും മനസ്സിൽ ധ്യാനിച്ച് പൂജിക്കുന്ന ഈ പുണ്യ ദേവാലയത്തിൽ, ആരും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഈ വിശുദ്ധ ദേവാലയത്തിൽ എന്നെ എത്തിച്ച ആ മഹാശക്തിയുടെ മുന്നിൽ ശിരസ് നമിച്ചു.